ഗൈസ്. ഇപ്പോൾ സോ ടയർഡ്. 7:01. നമ്മളിപ്പോൾ ഉള്ളത് ഡണ്ടേലിയിലെ ഒരു ഹൈ ക്ലാസ് റിസോർട്ട്. നമ്മൾ ഇന്നലെ രാത്രി എവിടുന്നേലും തിരിച്ച് ഹസന്ന് തിരിച്ച് ഇപ്പോ ഇന്ന് രാവിലെ ഡണ്ടേലി എത്തി. നമ്മൾ ഡണ്ടേലി ഞങ്ങൾ ഇന്നലത്തെ കോലമാണെന്നാണ് ഞങ്ങക്ക് തോന്നുന്നത്. കുറച്ച് മാറ്റം. അല്ല, അതിപ്പോ ഫ്രഷ് അപ്പ് ചെയ്ത് മാറ്റും. ഞങ്ങൾ ടൗച്ചറും കുപ്പായൊക്കെ ഇവിടെ പോകും, വെള്ളത്തിൽ കുളിച്ചാൻ പോകും. അതാണ് എന്നിട്ട് ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കോടയാണ് ഗൈസ്. യു ക്യാൻ സീ ഇൻ ബാക്ക്ഗ്രൗണ്ട്. നല്ല ശരിയല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല. സോ ഇറ്റ്സ് അവർ സെക്കൻഡ് ഡേ ഓൺ ഡണ്ടേലി, കർണാടക. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എത്തി. അതുകൊണ്ട് ഞങ്ങളെ റൂമിലുള്ള ആൾക്കാർ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങളെത്തി. അപ്പോൾ ഞങ്ങൾ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ അഭിഷേകിൻ്റെ ഷോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഭിഷേകിൻ്റെ ഷോയൊക്കെ കഴിഞ്ഞ് സരണടക്ക കഥയും പറഞ്ഞ് ഞങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ അവർ റൂം. ഞങ്ങളൊക്കെ കണ്ടില്ലേ, വെട്ടിയിട്ട വാഴ പോലെ ഉണ്ട്. ബസ്സിലൊരു ദിവസം മൊത്തം നിന്നിട്ട് ഫുൾ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ രൂപത്തിലെത്തിയത്. ഞങ്ങൾ ബാഗ് കാണിച്ചു കൊടുക്ക്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇവിടെയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം നിന്നത് വിത്ത് മെനി ഗുഡ് മെമ്മറീസ്. എല്ലാവരും എത്തുന്നതിന് മുന്നേ ഞങ്ങൾ എത്തി. ഹൗ വാസ് അബൌട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോകുന്നു. നമസ്കാരം. ഞങ്ങളിവിടുന്ന് നേരെ ഡണ്ടേലിക്കാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങളെ വാട്ടർ സ്പോർട്സ് മൊത്തം ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെള്ളത്തിൽ ചാടാൻ തക്കാക്കിയതാണ് എല്ലാവരും നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബസ്സിൽ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. कितना प्यारा तुझे रब ने बनाया, जी कर देखता रहूं. Check it out, yo. Wah, wah. I break it down. Yeah, yeah. Check it out, yo. Wah, wah. I'll do the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. അങ്ങനെ ഞങ്ങൾ വാട്ടർ സ്പോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എടുത്ത് ഞങ്ങൾ ഈ പൂളിൽ ചാടാൻ പോവാണ്. പൂളിൽ എത്ര വെള്ളമുണ്ട് നടക്കുകയാണ് അഭിഷേക്. അതിൻ്റെ പരിപാടിയിലാണ് കിടത്തത്. मटर गश्ती खुली सड़क में, तगड़ी तड़क भड़क में, ओले गिरे सुलगते
से सुलगते से सड़क में छतरी न थी बगल में आया ही ना अकल में के भागे हम या भीगे हम अकड़ में तो सोचा फिर गीला हुआ है जो सुखाना हो चाहे जनाना या मर्दाना हो अटेंशन का नया पासा फिर दे गई झांसा वही मुझे फांसा അങ്ങനെ പൂരത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിതയായി റൂമിലെത്തി. പിന്നെ അവിടെ ഇരുന്ന് ബാക്കി യുദ്ധങ്ങൾ. അങ്ങനെ റൂമത്തെ ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞങ്ങൾ രാത്രി 3 മണിക്ക് അമൃതം പൊടി തിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അങ്ങനെ ഞങ്ങളെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഫുൾ എനർജിയോടെ ഞങ്ങൾ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3ാമത്തെ ദിവസമാണ്. അവിടെ ഉച്ചയായപ്പോൾ ഞങ്ങൾ അങ്ങനെ ഗോവയിലെത്തി. ഈ കാണുന്ന ഓൾഡ് ചർച്ചായിരുന്നു ഞങ്ങൾ ആദ്യത്തെ സ്പോട്ട്. തീരെ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ വളരെ മനോഹരമായി ഞങ്ങളത് കണ്ടു തീർത്തു. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ്, എന്നാലും ഞങ്ങൾ സമയമെടുത്ത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് പുറത്തിറങ്ങി. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങൾ ഗോവൻ്റെ വേറൊരറ്റത്തെത്തി. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആയിട്ട് ഇനി നൈറ്റ് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങാനുണ്ട്. അങ്ങനെ വേഗം ഫ്രഷായിട്ട് വേണം ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുഡ് കടിച്ചിട്ട് വേണം ബീച്ച് കാണാൻ വേണ്ടി പോകാൻ. ഇനി ഞങ്ങൾ വേറെ ലുക്കിലാണ് ഗൈസ്. ഞങ്ങൾ തനി ഗോവക്കാരികളായി മാറിയിരിക്കുന്നു അവിടെ എത്തിയപ്പോഴേക്കും. ഫൗണ്ട് ദി റൂമേ കുത്തി തുറക്കുമാരേട്ടാ. അതിലിട്ട് ബെല്ലടിക്കാം. സീതേ ഹൈസ് മയ്യോ. എന്നാ ശരി മയ്യോ. അങ്ങനെ കച്ചറ അർഷേൻ്റെ കയ്യിൽ കുടുങ്ങി. പിന്നെ ഞങ്ങളൊക്കെ ഫ്രഷായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് മാറി നടന്ന് ഒരു പൊടി പൂരമാണ്. ഞങ്ങൾ റൂമിൽ പുറത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് സാറുമാർ ബാക്കി എല്ലാവരും കാത്തു നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വി ആർ ലേറ്റ് ബിക്കോസ് വി ഹാഡ് മേക്കപ്പ് ആൻഡ് ഹൗ വി ആർ ലുക്കിംഗ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടിപ്സ് ഒന്നും എടുത്തിട്ടില്ല ബിക്കോസ് വി വർ റിയലി എൻജോയിങ് ദാറ്റ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ വന്നു കിടന്നു ഉറങ്ങി. പിന്നെ ഇനിയുള്ള രാവിലത്തെ ക്ലിപ്പാണ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ഗോവ. എന്നത്തെ പോലെ ഞങ്ങൾ ഇന്നും ലേറ്റായി. 9 മണിക്കെത്ര ഞങ്ങൾ 10 മണിക്കാണ് എത്തുന്നത്. താഴെ ചായ കിട്ടിയ ഭാഗ്യം. ഞങ്ങളിന്ന് ആക്സിഡൻ്റ് ബ്ലാക്കായി. ഇത് ഇന്ന് രാത്രിത്തോടെ ഞങ്ങൾ തിരിക്കും. വേർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. ഞങ്ങൾ എന്താ എന്ത് ഫോട്ടോ എടാ എന്ത് ഫോട്ടോ എന്താ ഗുഡ് ഫോട്ടോ ബട്ട് ഞങ്ങൾ ഇവിടുത്തെ സൈറ്റ് വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ച് പോകും. അവിടുന്ന് ബാക്കിയും കൂടി ബാർബിക്യൂ ആയി ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും. പാവം കശ്യപ് ഒരുപാട് മോഹങ്ങളായിട്ട് വന്നേ കരിഞ്ഞു ഉണങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നാട്ടാപ്പൊരി വെയിലാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജോലി തിരിക്കുന്നു. മീറ്റ് അവർ വെച്ചോടി എല്ലാവരും ഇവിടെ സൈഡായിട്ട് അത്ര ഇത് ഈ അങ്ങനെ ഗോവയത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ പൈസ എണ്ണി ലാസ്റ്റ് കൊടുക്കുന്ന ദൃശ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ചെറിയൊരു ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളതൊക്കെ ശരിയാക്കി അടിപൊളിയാക്കി
ഭയങ്കര ഒരു ബെസ്റ്റ് ടൂറായിട്ട് മാറി. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ആൻഡ് പറയാം, ഇത് പിന്നെ ഞങ്ങളൊരു അവസരം പാഴാക്കാത്തത് കൊണ്ട് ബസ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നിർത്തി തന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണിത്. ലാസ്റ്റ് നമ്മൾ കോളേജിൽ എത്തിച്ചേർക്കുന്നു ആഫ്റ്റർ 4 days 5 days ഓഫ് ട്രിപ്പ്. അതാണ് ഞങ്ങൾ കൊല്ലം പോകുമ്പോൾ ഒരു സുന്ദരി മക്കളായി. ബൈ ഗൈസ്, വി ആർ സൈനിങ് ഓഫ്. ചൂടാക്കി തന്നില്ല കരിമീൻ കറി, കാലത്തെ തിന്നാൻ ഞാൻ കലിയാക്കലി. हो गया है मुझको प्यार सजना, बात करने को इनकार सजना, दिलदार सजना है ये प्यार सजना. सारी के फोन से कभी मैच किया रे, कभी तोड़ दिया दिल.